എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബ്സ ഈസി ആയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതൊരു അറബിക് റൈസാണ്. സൗദി അറേബ്യയുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് ചിക്കൻ കബ്സ. ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കബ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. സെല്ല റൈസിന് പകരം നിങ്ങൾക്ക് ബസ്മതി അരി എടുക്കാവുന്നതാണ്. അപ്പോൾ ബസ്മതി അരിയുടെ തന്നെ പുഴുക്കലരി, അതായത് ബോയിൽഡ് ആയിട്ടുള്ള വേർഷനാണ് സെല്ല റൈസ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കണം. സെല്ല റൈസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക, കുതിർത്ത് വെക്കുന്നത്. അല്ല ബസ്മതി അരി ആണെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കഴുകിയിട്ട് അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പക്ഷേ ചില ബസുമതി അരി നമുക്ക് സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് ചെയ്യാം. ബസുമതി അരിയുടെ കവറിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു അരമണിക്കൂർ ഇതുപോലെ കുതിർത്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് വേണം. അപ്പോൾ ഞാനിവിടെ 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കറുവാപ്പട്ട, ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ 3 പച്ചമുളക്, എരിവുള്ള 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ വേണം. അതുപോലെ 2 വലിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്, തൊലിയോട് കൂടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നമ്മൾ ചിക്കൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 4 വലിയ തൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 900 ഗ്രാം ഉണ്ട്. തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കബ്സ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലി ഇല്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതും ഇതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി ഇതെങ്ങനെയാണ് കബ്സയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്, മുഴുവനെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു കബ്സ പ്രഷർ കുക്കറിലൊന്നുമല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അടികട്ടിയുള്ള പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ റെഡിമെയ്ഡ് കബ്സ മസാല ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ തന്നെയുള്ള പൊടികളാണ്. അപ്പോൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടി 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് അറബിക് മസാല ഒന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു പൊടികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. കുറച്ച് നേരം ഒരു 2 മിനിറ്റെങ്കിലും ഇത് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. പച്ചമണം മാറുമ്പോഴാണ് ഈ ഒരു കബ്സയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടെ കിട്ടുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. തൊലിയോട് കൂടിയിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു തക്കാളി പേസ്റ്റിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചും ഇടാവുന്നതാണ്.
ഞാനിവിടെ കുറച്ച് വലിയ പീസുകളായിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാൻ. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, ചിക്കനിലെ വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചിക്കൻ്റെ സ്കിന്നിൽ നിന്നൊക്കെയുള്ള ഓയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കിയിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നിങ്ങളുടെ ചിക്കൻ വേകുന്നത് വരെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മളിങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ഈ ഒരു കപ്സ് തയ്യാറാക്കുന്നതാണ്. കുക്കറിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഇത്രയും ടേസ്റ്റ് അതിന് വരില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റാൻ പോവാണ്. കാരണം ചിക്കനും കൂടി ഇട്ടിട്ട് നമ്മളിതിലേക്ക് റൈസ് ഇടുമ്പോൾ ഈ ഒരു ചിക്കൻ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു ഗ്രേവിയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റൈസ് ഇനി അതിലിട്ട് വെക്കുമ്പോൾ ആ റൈസിലേക്ക് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെല്ലാ ചിക്കനും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അരിക്ക് ഇടയ്ക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ആണ്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമണാണ് ഇത്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ തോലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നാരങ്ങ തോല് നിങ്ങൾക്ക് കഴിക്കുന്ന പേടിയാണെങ്കിൽ നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഈ ഒരു അളവിൽ വെള്ളം വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് റൈസ് വെന്ത് കിട്ടും. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഈ ഒരു കപ്സ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കറിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരു പാനിലിട്ട് കുറച്ച് ബട്ടറോ എണ്ണയോ ഒഴിച്ചിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഓവനിൽ ചെയ്യുമ്പോൾ ഒരു 200 ഡിഗ്രിയിൽ ഇതൊരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രോയിൽ മോഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ബ്രോയിൽ എന്ന് വെച്ചാൽ മുകളിലത്തെ കോയിൽ മാത്രം ഹീറ്റാവുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 കോയിൽ ഹീറ്റ് ചെയ്തിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരി വേവുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അരിയിൽ കുറച്ചുകൂടെ വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 8 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുന്നത് നല്ലതാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടിയിൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 8 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമയം ഒന്നുമില്ല. എല്ലാം ഒന്നിലൊന്നിൽ തൊടാതെ തന്നെ കിടപ്പുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ആവും. അപ്പോൾ റൈസ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ കുറച്ച് മുന്തിരിങ്ങയും അതുപോലെ തന്നെ തൊലി കളഞ്ഞ ബദാമും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ സൗദി കബ്സയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ബദാമും മുന്തിരിങ്ങയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബദാം തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു കബ്സ റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നത് നോക്കാം.
അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബിരിയാണി തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഈസിയുമാണ്, അതുപോലെ തന്നെ ബിരിയാണിയെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ പ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുന്തിരിങ്ങയും അതുപോലെ തന്നെ ബദാമും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാലഡും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള കപ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്